ഈ പോക്കറ്റ് ഫൈ അല്ലെ സ്വിച്ച് എന്നൊരു സംഭവത്തെക്കുറിച്ച് ഞാൻ സ്കാം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ സ്കാം എന്ന് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് WCoin അറിയാമായിരിക്കും. അപ്പോൾ അത് ടെലിഗ്രാമിൽ വന്നിട്ട് അവർ മാക്സിമം നിങ്ങളുടെ കയ്യിൽ നിന്ന് മാക്സിമം പൈസ മേടിച്ച് അവർ ഇതുവരെ ലിസ്റ്റ് ആക്കിയിട്ടില്ല. ആ ഒരു കാശ് അവർക്ക് മറ്റു തരത്തിൽ ഉപയോഗിക്കാം. ഇവന്മാർ പറയും ഞങ്ങൾക്ക് ലിക്വിഡിറ്റി ചെയ്യാനാണ്. അപ്പോൾ ഇതൊന്നും അറിയാതാണോ ആദ്യം ഇതൊക്കെ വന്നത്? എന്നിട്ട് ആദ്യം ആളുകളെ പറ്റിക്കും. നിങ്ങൾ മൈൻഡ് ചെയ്യുന്ന പോയിൻ്റല്ല, നിങ്ങൾക്ക് ഇത്രയാണെങ്കിൽ നിങ്ങൾ അത്രയും ടോക്കണാണ്. അവസാനം വന്നിട്ട് നിങ്ങളിത് വെരിഫിക്കേഷൻ ചെയ്യണം. ഇങ്ങനെ ഓരോ ഇറിറ്റേഷൻ പോലെ ഇങ്ങനെ വരുന്നുണ്ടോ? നേരത്തെ വേറൊരു ഇമേജ് ആയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളിത് ചെയ്യാൻ പോകുന്നതുമില്ല, ജസ്റ്റ് ഞാൻ കാണിക്കാം. ഞാൻ വന്നിട്ട് ഡെയിലി ജസ്റ്റ് ലോഗിൻ ചെയ്യും. അപ്പോൾ റിവാർഡ് കിട്ടില്ല, അത് മാത്രം ചെയ്യും. അതിപ്പോൾ എപ്പോഴും ഇറിറ്റേറ്റിംഗ് പോലെയാണ്. ഫ്രണ്ടിൽ തന്നെ ഇതെപ്പോഴും വരും. ഇപ്പം വെരിഫൈഡ് ടോൺ ആണെങ്കിൽ നിങ്ങൾ 0.75, അതായത് 2.70. നേരത്തെ ഈ ഒരു ടോൺ 0.1 ടോണായിരുന്നു, 1.03. അപ്പോൾ അതിന് 2.70 ആ വാല്യൂ ഉള്ളായിരുന്നു ടോൺ അന്ന്. പക്ഷേ ആ ഒരു അന്നെടുത്തവർക്ക് നഷ്ടം, ഇപ്പോൾ എടുക്കുന്നവർക്കും എന്തൊക്കെയാലും ഒരു എമൗണ്ട് എന്തൊക്കെയാലും നഷ്ടം വരും. ഈ $2.70 നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ വെറുതെ ഇത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എപ്പോഴും ഇറിറ്റേഷൻ പോലെ അവിടെ എപ്പോഴും വരും. ഇത് ഡെയിലി നിങ്ങൾ ഈ ഒരു ടാസ്കുകൾ ചെയ്യുക. ഈ ടാസ്ക് എന്ന് വെച്ചാൽ ഡെയിലി ഒരു ബൂസ്റ്റ്, ഇത് മാത്രം ചുമ്മാ ചെയ്യുക. ഇതെന്തൊക്കെയാലും നാളെ നമ്മൾ വെരിഫൈ ആയാലും ഇത് മൊത്തത്തിൽ പോകും. എന്നാലും ഒരു കാശ് പോലും ഇതിൽ ചിലവാക്കില്ല. ഇതൊരു സ്കാമാണ്. അപ്പം വേറൊരു രീതിയിൽ എന്തുവേണ്ടി വെരിഫിക്കേഷൻ മെത്തേഡുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും വെരിഫിക്കേഷൻ. ഇപ്പം ഹ്യൂമൻ വെരിഫിക്കേഷൻ ഇന്നൊരു കുറേ ഇമേജുകൾ തന്ന് അതിൽ ഏതാണ് ഇത് കറക്റ്റ് എന്നൊക്കെ അറിയാനുള്ള അങ്ങനെയൊക്കെ വെച്ച് ഒരുപാട് ഓപ്ഷനുകളില്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നമുക്കറിയാം. അപ്പം ഇവന്മാർ അതൊന്നും ഇവന്മാർക്ക് അറിയില്ല. ഇവന്മാർ അറിയാമെങ്കിലും ഇവന്മാർ മാക്സിമം ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു ബ്ലോക്ക് ചെയിൻ ഫീ ആണെന്ന് പറഞ്ഞ് ഇത്ര ഒരു കാശില്ല, ഈ ഒരു കാശ് മേടിച്ചത് ഇപ്പോൾ ഒരു സാധാരണ കള ഇപ്പം നമ്മുടെ 4500 എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞൊരു തുച്ഛമായ എമൗണ്ട്. ഇപ്പം ഞാനിപ്പോൾ 2.70 മുടക്കുകയാണെന്ന് വെച്ചാൽ 2.70 മുടക്കിയാൽ ഈ ഒരു എമൗണ്ട് പോലും നമുക്ക് തിരിച്ച് കിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഒരു 4500 സാധനത്തിന് $1 കഷ്ടിച്ചായാൽ ഭാഗ്യം. ഓക്കെ, അങ്ങനെ ആയാലും നമ്മുടെ ബാക്കി $1.70 പോത്തില്ലേ? ഓക്കെ, അപ്പം അതും എല്ലാവരും ആലോചിക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള സ്കാമുകൾ ഇവന്മാരിങ്ങനെ പറയും. ഇവന്മാർ ലിസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. ഇവന്മാരെന്നും നിങ്ങൾ വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തോ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ പറയും. ദയവ് ചെയ്ത് നിങ്ങൾ കാശൊന്നും കൊടുക്കരുത്, അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ഇതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പോട്ടെ. ഈ ഒരു ടെലിഗ്രാമിൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാലും ഞാൻ എന്തൊക്കെയാലും നിർത്തിയാണ്. ഞാനിതൊക്കെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ചെയ്ത ഒരു ലാസ്റ്റ് ഒരു സംഭവത്തിൻ്റെയാണ് WCoin സ്വിച്ച് അങ്ങനെയൊക്കെ അതൊരു സ്കാം പോലെയാണ്. അല്ലാതെ വേറെ ഒന്നും നമ്മളൊരു പുതിയൊരു ടെലിഗ്രാമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യില്ല. അതിൻ്റെ കാര്യമില്ല. ഇതൊക്കെ നല്ല രീതി ഉടായ്പാണ്. ആളുകളുടെ കയ്യിൽ നിന്ന് മാക്സിമം പണം മേടിക്കുക, അല്ല ലിക്വിഡിറ്റിക്കോ സപ്പോർട്ടിനോ ഒന്നുമല്ല. അവർക്ക് മാക്സിമം കാശുണ്ടാക്കണം, അതിനുവേണ്ടി ആളുകളെ ഇതാക്കുന്ന എല്ലാം ഒന്നുമില്ല. ദയവ് ഇത് കാശൊന്നും കളയുക. ടോമയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം കാശൊന്നും കളയാതെ നിങ്ങൾ മാക്സിമം ഇത് ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നവരാണ് ചുമ്മാ ഇത് ചെയ്യുക. എന്നാലും ഇത് നമ്മുടെ മൊത്തത്തിൽ ഇത് പോകാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ചുമ്മാ ഒരു പൈസ പോലും കൊടുക്കില്ല എന്ന് വെച്ചാൽ നല്ലൊരു സ്കാമാണ്. ഇത്രയേ ഉള്ളൂ.